ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 ഐറ്റംസ് ആണ്. ആദ്യത്തേത് എഗ് ഫലാഫിൽ സ്റ്റിക്ക്, രണ്ടാമത്തേത് എഗ് ഫലാഫിൽ റാപ്പ്, അല്ലെങ്കിൽ നമ്മുടെ താമിയയുടെ ഒരു മിനി വേർഷൻ. താമിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അറബിക് കൈൻഡ് ആയിട്ടുള്ള സ്നാക്കാണ്. അറബികളുടെയൊക്കെ പ്രിയപ്പെട്ടിട്ടുള്ള സ്നാക്കാണ് ഇത്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ രണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ തന്നെ അടുത്ത് നമുക്ക് അത് വെച്ചിട്ട് തന്നെ ആ ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വെള്ളക്കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചത് ആവശ്യമാണ്. അപ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്ത ഒരു ചെറിയ നാരങ്ങ വേണം. പിന്നെ ക്യാരറ്റ് ഇതുപോലെ സ്ലൈസായിട്ട് നീളത്തിൽ അരിഞ്ഞത്, സവാള വേണം, ഇതുപോലെ അരിഞ്ഞിട്ടുള്ളത് വേണം. പിന്നെ അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ 8 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ 2 പച്ചമുളക് 4ആയിട്ട് കീറിയിട്ടത് വേണം. മിക്സിയിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മളിത് അടിച്ചെടുക്കണം. കടല അടിച്ച് വരാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം അതിനകത്ത് തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സെക്ഷനായിട്ട് അടിച്ചെടുക്കുകയോ അങ്ങനെ ചെയ്താൽ മതി. കാര്യം ആകെക്കൂടി ഇതിനകത്ത് ഇച്ചിരി പാട് എന്ന് പറയാനുള്ള പണി ഇത് മാത്രമേ ഉള്ളൂ, അരച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 2 സെക്ഷനായിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. സെക്കൻഡ് സെക്ഷനകത്ത് അടിക്കുമ്പോഴത്തേക്കും ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇതിനകത്തിട്ട് നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്രീൻ കളർ കിട്ടും. ആ ഗ്രീൻ കളർ കാണാൻ പറ്റും. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടയുണ്ടായിട്ട് എടുക്കാനാണ് പോകുന്നത്. കുറച്ച് ഉരുട്ടിയെടുത്ത് നമ്മൾ ഒന്ന് പരത്തി അതിനകത്തേക്ക് മുട്ട വെച്ചിട്ട് തിളച്ച് വരുന്ന സൺഫ്ലവർ ഓയിലിലേക്ക് ഇത് സെക്ഷനായിട്ട് പൊരിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിട്ട് പൊരിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്കറിയാമല്ലേ, നമ്മൾ കട്ട്ലറ്റൊക്കെ പൊരിക്കുന്നില്ലേ, അതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. നന്നായിട്ട് മൊരിയാനൊരു സമയം കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് ഫലാഫിൽ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ എക്സ്പെൻസാണ്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കാൻ പറ്റും. രണ്ടാമത്തെ ഐറ്റമാണ് എഗ് ഫലാഫിൽ റാപ്പ്. ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഐറ്റം ഉണ്ടെങ്കിൽ തന്നെ അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എഗ് ഫലാഫിൽ സ്റ്റിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അത് വെച്ച് നമുക്ക് റാപ്പ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ റാപ്പ് ഉണ്ടാക്കാനായി നമുക്ക് ക്യാരറ്റ് വേണം. അതിനാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റിലേ ഞാൻ പറഞ്ഞിരുന്നു, ക്യാരറ്റ് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ച് വേണമെങ്കിൽ നമുക്കൊരു ഉപ്പിലിട്ട ക്യാരറ്റ് എടുക്കാം. പിന്നെ മയോണൈസ്, അത് സ്പൈസി ആൻഡ് അല്ലാത്തുള്ള മയോണൈസ് എടുത്തു. ഹോം മെയ്ഡ് മയോണൈസ് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു കുബൂസ് എടുക്കുക. അതിനകത്തേക്ക് ഈ മയോണൈസ് സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് നീളത്തിൽ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, കുക്കുംബറോ അങ്ങനെ ക്യാബേജോ അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിനകത്ത് ഓരോ റാപ്പുകൾ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുവാണേ. റാപ്പല്ല, നമ്മുടെ എഗ് ഫലാഫിൽ സ്റ്റിക്ക് മാറ്റിയിട്ട് ഓരോന്നോരോന്ന് നമ്മളിതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ റാപ്പ് ചെയ്തിട്ടുള്ള എഗ് ഫലാഫിൽ റാപ്പാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ എഗ് ഫലാഫിൽ സ്റ്റിക്ക്. രണ്ടും നല്ല സിമ്പിൾ റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളക്കടലയും എഗ്ഗും ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ്. ഇപ്പോൾ നോമ്പിനൊക്കെ ആയാലും നമ്മൾ സ്ഥിരമായിട്ട് മീറ്റ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മാറ്റി പിടിക്കാമെന്നൊക്കെ തോന്നിയാൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. എന്നാൽ നമ്മൾ വിചാരിക്കും കട്ട്ലറ്റ് അടിപൊളിയാണ്, അതിൻ്റെ അത്രയൊന്നും ടേസ്റ്റ് കാണത്തില്ല. പക്ഷെ അതിനേക്കാൾ ഏറെ അടിപൊളി ടേസ്റ്റാണിതിന്. എന്നാൽ ഹെൽത്തിയും ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇറച്ചിയൊക്കെ കഴിച്ച് മടുത്തൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യാൻ പറ്റും. അധികം സ്റ്റെപ്സും ഇല്ല. മറ്റതിനൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇത് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഈ ഒരു നോമ്പിന് ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം.
ബൈ ബൈ.